ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് മോമോസ് ചട്നിയാണ്. സാധാരണയായി വീടുകളിൽ ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ മോമോസ് ചട്നി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. 5-6 വെളുത്തുള്ളി, 8 കൊല്ലമുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാശ്മീരി മുളകായാലും ഉപയോഗിക്കാം. അപ്പോൾ മുളകിൻ്റെ എമൗണ്ട് കൂടുതൽ എടുക്കണം. 1 സവോള, 2 തക്കാളി, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം. ഇത്രയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എടുത്തു വെച്ചിരിക്കുന്ന 2 തക്കാളി, സവോള, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കൊല്ലമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് തുറന്നു നോക്കാം. എല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ആറിയതിന് ശേഷം അരച്ചെടുക്കണം. അതിനു മുന്നേ തക്കാളിയുടെ തൊലി മാറ്റിയിട്ട് വേണം അരച്ചെടുക്കേണ്ടത്. വലിയ തക്കാളിയാണ് എടുക്കുന്നതെങ്കിൽ ഒരെണ്ണം മതിയാവും. ഞാനിവിടെ 2 ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് തക്കാളിയും സവോളയും ഒന്ന് മുറിച്ചിട്ടതിന് ശേഷം ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇതെല്ലാം വേവിച്ചെടുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിനി അരച്ചെടുത്തതിന് ശേഷം സെർവ് ചെയ്തിട്ടുള്ളത് കാണിക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മോമോസ് ചട്നി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിക്കൻ മോമോസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. ബൈ ബൈ.